ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ടൗൺഷിപ്പ് കയറ്റി. ഓക്കെ, ടൗൺഷിപ്പ് നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ടൗൺഷിപ്പ് കളിക്കാമെന്ന് ഓർത്ത് കയറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ട്, എനിക്കതിൻ്റെ ബേസിക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സിറ്റി പണിയാം. ഫസ്റ്റ് ഡേ ഓഫ് അവർ സിറ്റി ടൗൺഷിപ്പ്. ഈ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് രസമുള്ള ഗെയിമാട്ടെ. ഓക്കെ പാല് കളക്ട് ചെയ്തു. ഒരു കുഞ്ഞു ലെവൽ വരെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ക്രോപ്സ് റെഡിയായി. ഹാർവെസ്റ്റ് ചെയ്യാൻ അതൊക്കെ എനിക്കറിയാം. ഓർമ്മയുണ്ട്. ഇങ്ങനത്തെ ചെറിയ ട്യൂട്ടോറിയലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലരും ബ്രെഡ് എടുത്തിടും പരിപാടി. ആദ്യം തന്നെ അവന്മാർ കുറേ കാശ് കളയുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും കിട്ടുന്നു. ഒരു തുടക്കത്തിലുണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ നാളെ കളിച്ചിട്ടില്ല. ഈ തുടക്കത്തിലുള്ള കാര്യം മറന്നുപോയി. ഞാനോർത്ത് ഇത് ഒരു ലെവല് കഴിഞ്ഞിട്ടായിരുന്നു. രാത്രി നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുകയാണെല്ലാം. ഞാൻ മണ്ടേ. ഓക്കെ, റിപ്പീറ്റ്. ഹിപ്പർ മാക്സ് ടൗൺ ഇടാണ്. ദാറ്റ് ഫീൽസ് നൈസ്. മാക്സ് ടൗൺ. മാക്സ് ടൗൺ വെച്ചിട്ട് വൃത്തിടുന്നു. ഓക്കെ, ഇപ്പോഴാണ് ശരിക്കും തുടങ്ങാൻ പോകണം. ഇനി അങ്ങനെ വലിയ ട്യൂട്ടോറിയൽസ് ഒന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മിനി ഗെയിമൊക്കെ വരും എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മിനി ഗെയിമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഈ മണ്ടയ്ക്ക് മിനി ഗെയിം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നും ഇത് കളിച്ചിട്ടുള്ളതുകൊണ്ടേ എനിക്ക് ലാപ്ടോപ്പിലൊക്കെ ഉണ്ടായിരുന്നതാണിത്. ലാപ്ടോപ്പിൽ കളിക്കുന്ന രസമായിരുന്നു. അപ്പോൾ ഈ മിനി ഗെയിം ഒന്ന് സെറ്റാക്കാം. എന്തൊക്കെയോ മണ്ടത്തരമൊക്കെ തിരിച്ചിടാനുണ്ട്. കഴിഞ്ഞ് ഓക്കെ, നമുക്ക് വീറ്റ് വയ്ക്കാം. അതൊന്നും അവന് കോണ്ടാവശ്യം വരാറില്ല കേട്ടോ. വീറ്റ് വയ്ക്കാം. ഫാക്ടറീസ് ഫീഡ് എടുക്കുന്നു. റെസിഡൻസി വേണം. ബിൽഡിങ്സിന് 5 ആവണം. എനിക്ക് ഓർമ്മയുണ്ട്. ഹൗസ് ഓഫ് ലക്കിന് വേണ്ടിയിട്ട് ഗ്യാദറിങ് നോക്കണമായിട്ട്. പിന്നെ വേണ്ട വീറ്റ് വേണം, കോണ് വേണം, പാലാണ് വീറ്റ് വേണം. അപ്പോൾ വീറ്റൊന്ന് വളരട്ടെ. മില്ല് വെച്ചിട്ടുണ്ട്. മില്ലിൻ്റെ വീറ്റ് ഇടാം. ഇവിടെ കോണിനിപ്പോൾ കൊടുക്കാൻ പറ്റില്ലേ? ഓക്കെ, വീറ്റ് ഞാനൊന്ന് വളരട്ടെ കേട്ടോ. വീട് പണിയാൻ പറ്റും. ആ കുഞ്ഞു വീടൊക്കെ പണിയാൻ പറ്റുമേ. ഈ കുഞ്ഞു വീട് പണിയണം. ചേട്ടാ എന്ന് എനിക്ക് പറഞ്ഞതിൻ്റെ പരിപാടിയല്ല. എന്നെ നീക്കാൻ സമ്മതിക്കണവരായിരുന്നു. ഓക്കെ, നിർത്ത്. മണ്ടന്മാരെ കണ്ട് എനിക്കെപ്പോഴും കൃത്യമായിട്ടിരിക്കുന്നതായിട്ട് ഇഷ്ടം. ഇത് വൃത്തിയായിട്ട് അമ്മ ചുമ്മാ ഇങ്ങനെ കൊണ്ടത് വീഡിയോ വയ്ക്കുമ്പോൾ ഇതൊരു സിറ്റി പോലെ എന്നെ നടുക്ക് കയറ്റേ. ഇവിടെ വരും, ഇങ്ങനെ വരും. കൊച്ചൊക്കെ ബാക്കിൽ കളിച്ചാൽ മതി. എന്നൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കളിക്കണം. ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട് ആദ്യമൊക്കെ ചെയ്യണം.
ഇതിൽ കൂടെ ഒരു ഈ കൊമ്മൂൺ എവിടെയായിരുന്നു റോഡ് എവിടെ ഡെക്കറേഷൻസിലല്ലേ മനസ്സിലായി ഇതാണ് ഈ സാധനത്തിന് ശരിക്കുള്ള തുടക്കത്തിൻ്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതൊന്നും ഇടാൻ പോകുന്നു. അത് പൊളിച്ചളയാ ഇതാണ് ഇച്ചിരി നല്ലത്. പൊളിച്ച് കളഞ്ഞിട്ട് കൃത്യം വെക്കണം. അല്ലെങ്കിൽ ശരിയാണ്. അല്ലെങ്കിൽ എന്തിനാ വെറുതെ ഒരു മരത്തിന് കാണിച്ചിരിക്കണം. വെട്ടിയൊക്കെ ഒരു വീടിവിടെ വെച്ച് നോക്കാം. 3 കോട്ടേജ് കിട്ടുള്ളൂ. 3 കോട്ടേജ് വെച്ചു. ഇങ്ങനെയാണോ വരുന്നത്? ഇങ്ങനെ വേണം. ഫാക്ടറി പോയിട്ട് ചീസ് ഫാക്ടറി ഒക്കെ ശരിക്കും ഇവിടെ വേണ്ടത്. എന്നാൽ ശരിയാണ്. കൂടെ വരും. എങ്ങനെയായിരുന്നു ശരിക്കും ശരിയില്ല. ഇങ്ങനെയല്ല. ഞാൻ റിമെമ്പർ ഈ സ്ഥലം നമ്മുടെ ഇപ്പോൾ ടെർഫോം ചെയ്യാൻ പറ്റുമല്ലോ. ഫാമിങ് കുറേ ഫാമിങ് വേണം. 25 തൽക്കാലം ആവശ്യമുള്ളത് കാരറ്റ് ചുമ്മാ ആവശ്യം വരും. ഒരു സാധനം ഐഡിയ ഇൻഡസ്ട്രിയൽ ഏരിയക്ക് എനിക്ക് ഇച്ചിരിയാണെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ പൊളിച്ച് വന്നിട്ട് വരും. 1 മണിക്കൂറിൻ്റെ വീടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ടൗൺ ഹാൾ ഇത്ര വലുതാക്കണ്ടായിരുന്നു. കാരണം സ്ഥലമില്ലേ. ഇത് ടെറഫോം ചെയ്യണമെങ്കിൽ ഇല്ലല്ലോ. ഡെക്കറേഷനിൽ പോയിട്ട് ഡാൻസ് കളിക്കും. ഓക്കെ ഏട്ടായി ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഞാൻ ഇന്ന് കളിച്ചിട്ടില്ല. ഓപ്ഷൻ തരാം കേട്ടോ മാരെ. എന്നാന്ന് പറയാൻ പറ്റും. പുല്ലുള്ള ഏരിയ ഒക്കെ അതാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് റെഡിയത്. അടുത്തൊരു ലെവലിലൂടെ വേണം. അല്ലെങ്കിൽ ഹൗസിങ് ഏരിയസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുവരും. എങ്ങനെ റെഡിയായി കാണിച്ചു തരാം. കാരണം എനിക്ക് ആവശ്യമുണ്ട്. അത്യാവശ്യമുള്ളവർക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അല്ലാതെ പറ്റില്ല. തുടക്കത്തിലൊരു അടക്കം ചിട്ടയൊന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ അങ്ങനെയല്ല തിരിക്കാൻ പറ്റില്ല. മാർക്ക് വേറെ റോഡിട്ട് കൊടുക്കും. നമ്മൾ പൊളിയല്ലേ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. മാർക്ക് വേറെ റോഡിട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അടുക്കത്തെ സ്പേസ് ഒഴിഞ്ഞു കിട്ടും. ബുദ്ധിമാണ്. ഇവിടെ എന്തെങ്കിലും വെച്ചാലോ പറ്റില്ല. ഈ ഫ്ലവർ ബെഡൊന്നും ഇപ്പോൾ തൽക്കാലം ഉണ്ടായിരുന്നു. അവർ തന്നെയല്ലേ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെപ്പോഴായിരുന്നു 5 ആവണം. 15 ഇത് സൂപ്പ് നിൽക്കാൻ പോലും പറ്റില്ലേ. എവിടെ നീരാട്ടെ. നമുക്കിപ്പോൾ തൽക്കാലം വീറ്റം കറിച്ച് എടുത്തിട്ട് ചമ്മന്തം പറഞ്ഞിട്ട് കൊടുക്കാം.
ഇവിടെ എൻ്റെ ചെക്കന്മാരെ അയച്ചു തന്നെയാണ്. അവന്മാർ പെയിൻഫുള്ളി സ്ലോ ആണ് കഴിക്കുന്ന കാര്യത്തില്. നമുക്ക് ബാക്ക് ടു അവർ വർക്ക്. പേയ്മെൻറ്റ് ഇതൊക്കെ എനിക്ക് ഓർക്കും. ഇതാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഇത്ര ഭാഗം മുന്നോട്ട് വന്നു. ഇത് രണ്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചു. എക്സ്പാൻഡ് ആവട്ടെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇപ്പോൾ ഇത്ര ചെയ്യാനുള്ളൂ. നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. ഇതൊക്കെ നമുക്ക് പറ്റിയതല്ലേ. അതിലോ ഇവിടെ ഹെലികോപ്റ്ററൊക്കെ അങ്ങ് സൈഡിൽ മതി. നമ്മൾ പയ്യായിട്ട് ഇതൊക്കെ ചെയ്യുന്നു. നമ്മൾ പെട്ടെന്നൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ടൗൺ ഹാള് ലിറ്ററലി വേറെ സ്ഥലമാക്കി എടുക്കണം. അതിന് ഇതാണ് ഫാക്ടോറിയൽ ഏരിയ. നമ്മൾ തുടക്കത്തിലെ പ്ലാനിങ് കാണാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം മിക്കവരും ഇത് കളിച്ചിട്ടുണ്ടാവില്ല. ഈ മുൻപന്തി കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ശരിക്കുമുള്ള ഫാക്ടറി ഏരിയ എന്നൊക്കെ പറഞ്ഞത്. ബോയിങ് ഇങ്ങനെ ഉണ്ട്. എൻ്റെ ബുദ്ധി വിമാനല്ലേ അല്ലേ? അല്ലാതെ പറഞ്ഞ ഇടിയാട്ടോ. പെട്ടിയിൽ വയ്ക്കാം. പിടിച്ച് ലാൻഡ്സ്കേപ്പിങ് നടത്താണ്ടല്ലോ. വാട്ടർ എഫക്റ്റ് ഒക്കെ ഉണ്ട്. എപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നോ? ഈ തുറന്ന കുറേ നാളായിരുന്നു. പക്ഷേ കാണാൻ തന്നെ കിട്ടിയുള്ളൂ. ഈ സാധനം എടുത്ത് പെട്ടിയിട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. ഇത് മണ്ടൻ ഇങ്ങനത്തെ റോഡുകൾ പൊളിച്ചോളണം. മജയ്ക്കുള്ള റോഡുമാണ്. അവിടെ മറ്റേ ബിൽഡിങ് വയ്ക്കാം. അത് ഒരു ബിൽഡിങ് ഉണ്ട്. ആ ബിൽഡിങ് വയ്ക്കാം. പിടിച്ച് വീട് വെച്ച് ഒക്കെ വീടൊക്കെ വയ്ക്കാനുള്ള. എനിക്കിത് ഷിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഒക്കെ കിട്ടണം. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ വയ്ക്കാം? ഇവിടെ രണ്ട് സാധനം വയ്ക്കാൻ പറ്റില്ലേ? അതിൻ്റെ എക്സ്പെൻസ് നോക്കട്ടെ. ഇവിടെ എന്തൊക്കെ വെക്കാൻ നോക്കാം. എന്നിട്ട് എക്സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഒരു സാധനം വയ്ക്കാൻ പറ്റും. നൈസ്. അപ്പോൾ ഓക്കെ, നൈസ് വെക്കാം. അത് പണിയെടുക്കണ്ടേ? റോഡ് ഫ്രീ ആയിട്ട് തകർത്തുള്ള ബാൻ. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഒയ്യോ വൃത്തി രണ്ടായിട്ട് കുറിച്ചാൽ പോരായിരുന്നു. എനിക്കെന്നാ പിന്നെ നോക്കാം. ഇങ്ങനെ കുറച്ചാൽ മതി. ഇങ്ങനെ കുറച്ചാൽ മതി. ഞാൻ ചിന്തിക്കണേ. നമ്മൾ തുടക്കത്തിൽ തന്നെ ടൗൺ ഹാളത്തിൽ സെറ്റപ്പ് ആവുന്നു. അത് അറിഞ്ഞൂടാ. ഇതൊക്കെ ഇപ്പോഴേ ശല്യമായി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ റോഡൊന്ന് കുറിച്ചണം.
ഇതാണ് കുഴപ്പം. ഫോണിൻ്റെ ലാപ്പിലാണെങ്കിൽ ഇതൊക്കെ ഇച്ചിരി ചെയ്യാം. പെട്ടിട്ട് ചെറിയ സാധനങ്ങൾ എടുക്കണോ ഓർമ്മയില്ലല്ലോ. പെട്ടിയിട്ട് വെച്ചായിരുന്നത് ഈ ഫോണിൻ്റെ കൂടെ എടുത്ത് വയ്ക്കാം. തൽക്കാലം അങ്ങനെ എടുക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡൊക്കെ ഇങ്ങനെ നോക്കണം. ചിലപ്പോൾ ഞാൻ 2 പാട്ടായിട്ട് കുറിയുന്നേ, കാരണം ഞങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ ശരി ഇത് നോക്കാം. അത് അറസ്റ്റാട്ടോ, അറസ്റ്റില്ല. പിന്നീട് മാർക്കറ്റിന് സമയമില്ല. ബ്രെഡൊക്കെ ഉണ്ടോ? ബ്രെഡിനെ പറ്റിയപ്പോൾ നോക്കിയിട്ടാം. ചീസൊക്കെ കഴിക്കുന്നത് ഇത് ഇച്ചിരി എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു തിരിയാണ്. ചിലപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും. അപ്പോൾ മിക്കവാറും ഈ ഔട്ടർ ഭയങ്കര വീടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ ഒരു സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.